ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോട്ടോ പ്ലാനറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വണ്ടി വർക്കിനായിട്ട് എടുത്തിട്ടുണ്ട്. ടൈപ്പ് 1 Hyundai ക്രെറ്റ. അതായത് ഫസ്റ്റ് ടൈപ്പ് ക്രെറ്റയാണ് കേട്ടോ. ആദ്യമായിട്ട് ഇറങ്ങിയ 2014 to 15 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ടൈപ്പ് 2 ഇറങ്ങിയിട്ടുണ്ട്. ടൈപ്പ് 3 ആണ് ഇപ്പോൾ റണ്ണിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിൽ കുറച്ചധികം ആക്സസറീസ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫ്രണ്ട് ഗാർഡ് ഫിറ്റ് ചെയ്യുന്നുണ്ട്, റിയർ ഡിഫ്യൂസർ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അത് കണക്കിന് ഫുഡ് സ്റ്റെപ്പ് കുറച്ച് വൈഡ് ആയതുകൊണ്ട് ഇത് മാറ്റിയിട്ട്, ഇത് ഓൾറെഡി ഡാമേജ് ആയിട്ടുണ്ട്, അപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഹെഡ് ലാമ്പ് മാറുന്നുണ്ട്, പിന്നെ ഹൈസ് ക്യൂബ് ഫോഗ് ലാമ്പ് മാറുന്നുണ്ട്, പിന്നെ ഗ്രില്ലെല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മിററും കാര്യങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. റൂഫ് ഓൾറെഡി ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിലപ്പോൾ അലോയ് കാര്യങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്യും. ചിലപ്പോൾ ഗ്ലോസി ബ്ലാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ഗ്രേ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു ലാംബോർഗിനി സ്റ്റൈൽ പുതിയ മോഡൽ വെൽക്കം ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ടെയിൽ ലാമ്പ് സെറ്റ് ചെയ്യുന്നുണ്ട്. റിഫ്ലക്ടർ LED ആക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഷോപ്പിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ക്രെറ്റയുടെ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേ നമ്മുടെ വണ്ടി പുറകിലുണ്ട്. നമുക്ക് നേരെ അപ്പോൾ വണ്ടിയിലോട്ട് തന്നെ പോവാം. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളൊന്നും നിങ്ങൾ തന്നെ നോക്കിക്കോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫ്രണ്ടിൽ നമ്മൾ നോക്കിയാൽ ഫ്രണ്ടിൽ ഹെഡ് ലാമ്പ് വെച്ചിട്ടുണ്ട്. ഇതാണ് മെയ്ഡ് ഇൻ തായ്വാൻ്റെ ഫസ്റ്റ് ഇറങ്ങിയ മോഡൽ ഹെഡ് ലാമ്പ് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ ഇങ്ങനെ കട്ടിങ് വരുന്ന ടൈപ്പ് ഒരു ഹെഡ് ലാമ്പ് ഉണ്ട്. അത് ചൈനീസാണ്. പിന്നെ നമ്മുടെ കമ്പനി ടോപ്പ് എൻഡ് വരുന്ന പോലെ സെയിം ഹെഡ് ലാമ്പ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കിങ്ങനെ ഒരു DRLും വരും. ഈ ഒരു സീക്വൻഷ്യൽ ഇൻഡിക്കേറ്ററും വരും. പിന്നെ ഇതിനകത്ത് ബൾബും കാര്യങ്ങളും വരില്ല. പിന്നെ കോർണർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 LED ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ഗ്രില്ല് ജീപ്പ് ഗ്രില്ലാണ്. നമ്മൾ ജീപ്പ് കോമ്പസിൻ്റെയൊക്കെ മോഡൽ വരുമല്ലോ, ആ ടൈപ്പ് ഗ്രില്ലാണ്. അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് കമ്പനി സ്റ്റോക്ക് മോഡലിൽ തന്നെ ഒരു ലൈറ്റ് വരുന്ന ടൈപ്പ് ഗ്രില്ലുണ്ട്. പിന്നെ അല്ലെങ്കിൽ കസ്റ്റം ചെയ്ത പോലെ റേഞ്ച് റോവർ ഡിസൈനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഐസ് ക്യൂബ് ഫോഗ് ലാമ്പാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് ഫോഗ് ലാമ്പ് സെറ്റാണ്. ഇതേ മോഡൽ തന്നെ വേറൊരു ടൈപ്പ് വരുന്നത്, അത് കമ്പനി മോഡലാണ്. അതിനകത്ത് ചെറിയൊരു L ഷേപ്പ് DRലും ചെറിയൊരു ഇൻഡിക്കേറ്ററും വരും. പിന്നെ അല്ലാണ്ട് തന്നെ കമ്പനി OI ടൈപ്പ് ഫോഗ് ലാമ്പിൽ കൂടെ തന്നെ നമുക്ക് DRലും ഇൻഡിക്കേറ്ററും വരുന്ന ഒരു 3-4 മോഡൽസ് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഗാർഡ് ഓർ ഡിഫ്യൂസർ. അപ്പോൾ ഇത് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം വന്നത് ചെറിയൊരു പീസാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതല്ലാണ്ട് ഇനി ഒരു മോഡൽ ഉണ്ടാകും, നമുക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. കാര്യം ഇന്ത്യൻ മെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ മാറും. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ വേറെ മാറ്റമൊന്നുമില്ല. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ചെയ്തിട്ടുണ്ട്, ഐസ് ക്യൂബ് ഫോഗ് ലാമ്പ്, ജീപ്പ് ഗ്രില്ല്, ഫ്രണ്ട് ഡിഫ്യൂസർ. ഓക്കെ, നമുക്ക് നേരെ സൈഡിലോട്ട് പോകാം. സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വരുവാണെങ്കിൽ മിറർ നമ്മൾ പിയാനോ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് കംപ്ലീറ്റ് പെയിൻ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഡുവൽ ടൂണാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രോസ് ബാർ, ഒരു ബ്ലാക്ക് കളർ ക്രോസ് ബാർ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സൈഡിലോട്ട് വരുവാണെങ്കിൽ ഒരു ലോവർ വിൻഡോ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലോവർ വിൻഡോ ഗാർണിഷ്. ഇതൊരു 6 പീസ് വരുന്നതാണ് കേട്ടോ. അതായത് 1, 2, 3 പീസ്. അപ്പോൾ ഇതിങ്ങനെ 3 പീസ് വരുന്നതാണ്. പിന്നെ അതേ കണക്ക് തന്നെ നമ്മുടെ OI ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇത് ബോഡി ഫിറ്റ് ഫുഡ് സ്റ്റെപ്പാണ്. മറ്റേ ബെൻസിനൊക്കെ വരുന്ന ടൈപ്പ് ആ ഒരു ഡിസൈനും കാര്യങ്ങളും വരുന്ന ഫുഡ് സ്റ്റെപ്പാണ്. പിന്നെ നമ്മുടെ അലോയ് സിൽവർ കളറായിരുന്നു, അത് മാറ്റി ഒരു ഗ്രേ കളർ, ഒരു ഗ്രാനൈറ്റ് ഗ്രേ കളർ പെയിൻ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾ നോക്കിയോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അത് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. വണ്ടിയുടെ ആദ്യത്തെ ആ ഒരു വീഡിയോയും ഇതും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പുറകിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ടെയിൽ ലാമ്പ്. അപ്പോൾ ഈ ഒരു ടെയിൽ ലാമ്പ് ഇതിപ്പോൾ ലംബോർഗിനി ഡിസൈനാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ വെൽക്കം ലൈറ്റ് വരുന്നുണ്ട്, BMW സ്റ്റൈലുണ്ട്. പിന്നെ അല്ലാണ്ട് ഒരു മോഡലുണ്ട്, അതിൻ്റെ കറക്റ്റ് പേരറിയില്ല, അത് നോക്കണം. പിന്നെ നമുക്ക് നേരെ വരുവാണെങ്കിൽ റിഫ്ലക്ടർ LED വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ റിഫ്ലക്ടർ LED പാർക്ക്, ബ്രേക്ക്, ഇൻഡിക്കേറ്റർ 3 ഫംഗ്ഷൻ വരുന്നതാണ്. ഇത് 2 മോഡലുണ്ട്, ഒരു ആരോ വരുന്ന ടൈപ്പും ഉണ്ട്. പിന്നെ നമ്മുടെ റിയർ ഡിഫ്യൂസർ, ഇതാണ് നമ്മുടെ റിയർ ഡിഫ്യൂസർ.
ഇതും 2 മോഡലുണ്ട്. പിന്നെ കൂടുതൽ മോഡൽ അവൈലബിൾ ആണോ എന്ന് നോക്കണം. ഓക്കെ, ഫോട്ടോസ് കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അയച്ചാൽ നമുക്കത് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. പിന്നെ ഈ വണ്ടിയിൽ നമുക്ക് പുറമേ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് കംപ്ലീറ്റ് നമ്മൾ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാര്യം ഇതൊരു ഡൾ കളറായി കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഒരു മാറ്റ് ബ്ലാക്കിൻ്റെ ഫിനിഷും കാര്യങ്ങളും പോകുന്നതുകൊണ്ട് അത് ഫുള്ള് നമ്മൾ റീപെയിൻറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇൻറ്റീരിയറിലോട്ട് പോവാം. ഇൻറ്റീരിയറിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു 70 മാറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. 70 മാറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. റിയറിൽ നമുക്ക് സിംഗിൾ പീസാണ് 70 മാറ്റ് വരുന്നത്. പിന്നെ അതേ ഒരു ആർട്ടിഫിഷ്യൽ ലെതർ സീറ്റ് കവർ ബ്ലാക്ക് വിത്ത് റെഡ് സ്റ്റിച്ച്. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷനായിട്ട് ഇതിനകത്ത് നമ്മൾ റെഡ് സ്റ്റിച്ച് സ്റ്റിയറിംഗ് കവർ കൊടുക്കുന്നുണ്ട്. അതിപ്പം വീഡിയോ എടുക്കാൻ പെട്ടെന്ന് കൊണ്ടുവന്നുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് കവർ, സീറ്റ് കവർ. പുറകിൽ വരുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ആംറസ്റ്റൊക്കെ അതേപോലെ ചെയ്തിട്ടുണ്ട്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. നല്ല ചൂട് കുറവാണ്. റീസണബിൾ ആ റേറ്റിൽ നമുക്ക് കിട്ടുന്ന മെറ്റീരിയലാണ്. പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മിറർ ഫോൾഡിങ് ചെയ്യാൻ പറ്റും, പവർ വിൻഡോ അപ്പ് മോഡ്യൂൾ ചെയ്യാൻ പറ്റും. പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ 10 ഇഞ്ച് 9 ഇഞ്ച്. ആദ്യം നമ്മുടെ ക്രെറ്റയ്ക്കൊക്കെയാണ് ഫസ്റ്റ് നമുക്ക് ആൻഡ്രോയിഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് വന്നത്. നമ്മുടെ ഷോപ്പ് തുടങ്ങുന്ന സമയത്തൊക്കെ 2017 ആദ്യം ഒരു ബ്രൗൺ ബോക്സിലാണ് 10 ഇഞ്ച് സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ ഓട്ടോമാറ്റിക് സ്റ്റെപ്പ് അങ്ങനെ കുറച്ച് ഐറ്റംസുകൾ ചെയ്യാൻ പറ്റും. പിന്നെ കുറേ ക്രോം ഐറ്റംസ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഉള്ളൂ. പിന്നെ വേണം, ഇത് ടൈപ്പ് 1 വണ്ടിയാണ് കേട്ടോ. ഇത് നമുക്ക് ടൈപ്പ് 2 മാറ്റാം, സിമ്പിളായിട്ട് മാറ്റാം. ഫ്രണ്ട് ബമ്പർ മാത്രം മാറിയാൽ മതി, ബാക്കിയൊക്കെ സെയിമാണ്. റിയറും അതുപോലെ തന്നെ. റിയറിൽ പിന്നെ മാറ്റിയിട്ട് വലിയ വ്യത്യാസം തോന്നില്ല, വേണമെങ്കിൽ മാറ്റിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഈ ഒരു വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വണ്ടിയുടെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അതെല്ലാം സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ ഇപ്പോൾ ഫുൾ വർക്ക് ചെയ്തിപ്പം വണ്ടി ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അതുപോലെ ഇൻ കേസ് ഇനി അങ്ങോട്ട് ഫുൾ വർക്ക് ചെയ്ത എല്ലാ വണ്ടിയും കിട്ടാൻ പാടാണ്. സോ നമുക്കൊരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്ക്, അതിലും കുറച്ച് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.